ഹായ് മക്കളെ. അപ്പോൾ എല്ലാ മക്കൾക്കും അവരുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. രാവിലെ ഞാൻ കട്ടൻ ചായ കുടിച്ച് കാപ്പി ഉണ്ടാക്കിയില്ല. അപ്പം നാളെ നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ വിചാരിച്ചേ രാവിലെ നമുക്ക് ബീഫ് കറിയും പുട്ടും ഉണ്ടാക്കാം. അപ്പോൾ അതിനകത്ത് അമ്മ ഇങ്ങനെ സവാള അരിയുവാണ്. സവാളയും കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. കൂടുതലും കൊച്ചുള്ളിയാണ്, പിന്നെ ഒരു ചെറിയ സവാളയുള്ളൂ. അപ്പോൾ ഇത് അരിഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് കൊണ്ട് വന്നിട്ട് ഇതെല്ലാം കാണിച്ചു തരാം. അപ്പം എല്ലാവരും നല്ല കാപ്പിയൊക്കെ കഴിച്ചു. അപ്പം അമ്മ കാപ്പി കഴിച്ചില്ല. അമ്മ നമ്മൾ പുട്ട് കുടിക്കുന്നതാണ്. പുട്ട് കുഴുകാൻ അമ്മ അടക്ക വെക്കുന്നത്. നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നാട്ടെ ബീഫ് വേണ്ട. ബീഫ് അമ്മ ഉപ്പും കറിവേപ്പിലയും മാത്രം ഇട്ടുക നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബീഫ് കറി വെക്കാം. ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ബീഫിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇടാം. കുഞ്ഞായിട്ട് തന്നെ തേങ്ങാക്കൊത്ത് കുറച്ചൊന്നും ഇടും. തോനെ ഇടുന്നുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്തിട്ട് സൂപ്പർ ടേസ്റ്റല്ലേ. എന്നിട്ട് നമുക്കത് നല്ലോണം മൂപ്പിക്കാം. നല്ലോണം മൂപ്പിച്ചിട്ട് മൂത്ത് വരട്ടെ. തീയൊക്കെ നല്ല കൂട്ടിയിട്ടേക്കാണ്. അത് മൂപ്പട്ട് ബീഫ് ഉണ്ടാകാതെ നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് ഉപ്പൊന്ന് നോക്കട്ടെ. രാവിലെ ബീഫ് കറി പുട്ടും ചോറ് വെക്കണം. നെച്ചോറ് വെക്കണം നമുക്ക്. അപ്പം നമ്മൾ നല്ല ബീഫ് കറി, പിന്നെ അമ്മ ഇച്ചിരി പരിപ്പ് കറി വെക്കുന്നുണ്ടേ. അതിനായിട്ട് നമ്മൾ പരിപ്പ്, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കഴുകി വെച്ചിട്ട് കുക്കറിൽ ഇട്ട് നമുക്ക് വേവിക്കാം. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പാൽമുളകും ഇഞ്ചി, വെളുത്തുള്ളി, പാൽമുളകും എല്ലാം കൂടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ബീഫ് കറിക്കാണേ. എന്താ കണ്ട ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇച്ചിരി തോനെയുണ്ട്. കുറച്ച് ഇത്രയും വേണ്ട, അപ്പോൾ കുറച്ചും മാറ്റാം. ഇത്രയും മതി. അപ്പോൾ ഇത് നമുക്കിനി നല്ല വൃത്തിയായിട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് മൂക്കണം. ഈ തേങ്ങാക്കൊത്ത് മൂക്കാൻ മാത്രമേ പണി നടക്കത്തുള്ളൂ. നല്ല ചെറുതായിട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് മൂക്കുക കേട്ടോ. നമ്മളിതിലോട്ട് കുറച്ച് കൊച്ചുള്ളിയും രണ്ട് സവാളയും കുറച്ച് കറിവേപ്പിലയും കൊച്ചുള്ളിയും കൂടെ, ഇതെല്ലാം കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി രണ്ടായിട്ട് കീറിയതും ചെറിയ 2 സവാള, കറിവേപ്പിലൊക്കെ വെച്ച് തോനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങാക്കൊത്ത് മൂത്തിട്ട് വേണം നമുക്ക് ഇതെല്ലാം ഇതിനകത്തോട്ട് ചേർക്കാൻ. ആദ്യം തേങ്ങാക്കൊത്ത് നല്ലോണം മൂക്കണം. ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കണം. തേങ്ങാക്കൊത്ത് ഇങ്ങനെ ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് ബീഫ് വെച്ചാൽ സൂപ്പർ ടേസ്റ്റായിട്ടാ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ വെക്കുന്ന ചില രീതികളാണ് പലർക്കും പല കുറവാണ്. ഇപ്പോൾ രാവിലെ ആയപ്പോൾ ബീഫ് കറി പുട്ടുന്നില്ല, ഭയങ്കര കൊതി. അപ്പോൾ നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് കൊച്ചുള്ളിയും സവാളയും, കൊച്ചുള്ളിയാണ് കൂടുതൽ. സവാള ചെറുത് 2 നമ്മൾ ചേർക്കത്തുള്ളൂ. ഇത് നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ബീഫിന് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഈ തേങ്ങാക്കൊത്ത് ഉള്ളി എല്ലാം കൂടെ കിടന്ന് ഒരുപോലെ മൂത്ത് വരും. ഞാൻ മൂപ്പിക്കട്ടെ. ഇളക്കി നല്ലോണം മൂത്ത് വന്നിട്ട് നമുക്ക് ഇതൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മളെ ഉള്ളി തേങ്ങാക്കൊത്തുമൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. കണ്ട 2 ചുമന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ലോണം ചെറുതായിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം. അതങ്ങോട്ട് കിണ്ടിയിട്ട് നമ്മൾ അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചാൽ മുളക് പൊടി. അപ്പോൾ ആ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇത്രയും സാധനമാണ് അമ്മ എടുത്ത് വെച്ചത്. അപ്പോൾ നമുക്ക് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്താ പൊടികളെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ചെറുതായിട്ടൊന്ന് കിണ്ടുന്നതെല്ലാം നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. ആ മുളകിൻ്റെയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറണം. അപ്പം ചെറുതായിട്ട്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ അരച്ചിട്ടില്ല. പച്ചമുളക് മുഴുവനും അമ്മ ഇടുന്നില്ല. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. മൂത്തിട്ട് ആ മണം വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് വന്നു തട്ടാം. ഇപ്പം തട്ടാവേ മണം വരുന്നുണ്ട്. ഇപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട്
മണം വരണം മൂത്ത്. അപ്പോൾ നമുക്ക് നമ്മളെ വേവിച്ച് വെച്ചാൽ ബീഫ് വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ഇതിനകത്തോട്ട് തട്ടി കൊടുക്കുക. അത് നമുക്ക് നല്ലോണം ഇളക്കണം. ഉപ്പ് ബീഫിനകത്ത് ഇട്ടിട്ടുള്ളത് കൊണ്ട് അമ്മ ഉപ്പ് വേറെ ഇട്ടിട്ടില്ല കേട്ടോ, കാരണം ഇല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഉപ്പായിപ്പോവും. എന്നിട്ട് നമുക്ക് നല്ലോണം അങ്ങോട്ട് കിണ്ടി കൊടുക്കാം. ഈ കൊച്ചുള്ളി ചേർത്തേക്കുന്നത് നല്ല ടേസ്റ്റായത് കേട്ടോ. കറിവേപ്പിലയൊക്കെ അമ്മ തോനെ ചേർത്തിട്ടുണ്ട്. ആണോ, പിന്നെ ഇതിനകത്ത് കാണും ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പെല്ലാം ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തിളച്ച് വന്നിട്ട് വേറെ ഇച്ചിരി ഉപ്പിടാം. അപ്പോൾ ഇത് വേവട്ടെ, വേണ്ട ഇത് വേവട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഈ കുക്കർ കഴിച്ചിട്ട് പിന്നെ അതുകൊണ്ട് നമ്മൾ എടുത്ത പരിപ്പില്ല, നമുക്ക് ആ പരിപ്പിൽ വെച്ച് കൊടുക്കാം. കുക്കറൊന്ന് കഴുകി വെച്ചിട്ട് നമ്മൾ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നെച്ചോറൊക്കെ ഉള്ള അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പിനുള്ള വേണ്ട നമ്മൾ കഴുകിയെടുത്തത് വേണ്ട ഇത്രയും കഴിഞ്ഞൊക്കെ ഇടുക. പരിപ്പ് ചെറിയ പരിപ്പാണ്, കുളപ്പം പരിപ്പ്, കുളവരല്ല കുളപ്പം പരിപ്പ്. അപ്പോൾ അത് നമുക്ക് ഇത്രയും വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കിത് വേവിക്കാം. ഇത് കുക്കറിന് അടപ്പെടുക്കട്ടെ. അത് വേവിച്ചിട്ട് നമുക്കിത് ആ പുട്ട് നമ്മളെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടെടുക്കാം. ഇല്ലേ, ബീഫ് കറി ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ, തിളച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാൻ നല്ലോണം കുറുകി വരണം. അപ്പം നമുക്ക് അപ്പോഴത്തേക്ക് നമ്മളെ പുട്ടുക വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് പുട്ട് കുത്തിയെടുക്കാം. പുട്ട് കുത്തിയെടുക്കാൻ തേങ്ങ ഇരുന്ന പാത്രത്തിലോട്ട് നമ്മൾ പുട്ടെടുക്കുന്നത് കേട്ടോ. ഇത് തേങ്ങ ഇട്ട പുട്ടാണ് കേട്ടോ, തേങ്ങ തോനിട്ട് പുട്ടും. നമുക്കിതാ തേങ്ങ ഇടാതെ ഒരു കുറ്റി വേണം. അപ്പോൾ ഇതും കൂടെ നമുക്ക് അതിനകത്തോട്ട് വാരി വെക്കാം. നല്ല ടേസ്റ്റായി പുട്ടും ബീഫ് കറി. വെറുതെ ഇരുന്നപ്പോഴേ ഓരോരോ ചിന്തകളെ. ബീഫ് കറിയൊക്കെ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുക. വേണ്ടേ കണ്ട ഈ മുക്കാൽ ഭാഗം ഇതും കൂടെ നമുക്ക് വേവട്ടെ. അതിപ്പോൾ പെട്ടെന്ന് ആവി വരും. അപ്പോൾ ആദ്യം നമ്മൾ കഴിക്കാൻ വെച്ച് കാണിച്ചു തരാം. ബീഫ് കറി അതെ വെന്തിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ പുട്ട് ഒഴുകി വെച്ചിട്ടുണ്ട് ഇതാ കട്ടൻ ചായത്തിന്. അപ്പോൾ നമുക്ക് കഴിക്കാം. അമ്മ കഴിക്കാൻ പോവാം. ഇതാ അവിടെ പുട്ട് നല്ല സൂപ്പർ ബീഫ് കറി കണ്ട. പുട്ടും ബീഫ് കറി. അപ്പോൾ കഴിച്ച് നോക്കാം ഇച്ചിരി. അപ്പോൾ ആദ്യം ചൂട് പുട്ടങ്ങോട്ട് പൊടിച്ചിട്ട് ബീഫിൻ്റെ നല്ല ചൂട് ഒരു കഷ്ണം അങ്ങോട്ട് വെച്ചിട്ട് കട്ടൻ ചായ ഉണ്ടേ എവിടെ വേണം. ഇപ്പോൾ ഞാൻ തിന്നട്ടെ. അപ്പോഴെല്ലാവരും ഉച്ചയ്ക്ക് കൂടൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ചോറ് കഴിക്കാൻ പോവുകയാണേ. നമ്മളതിൻ്റെ പപ്പടം കൂടെ വറുത്തെടുക്കാമെന്ന് വെച്ചാൽ ടേസ്റ്റ് അല്ലേ. എന്തായാലും എല്ലാം കളർഫുള്ളാണ്. അപ്പോൾ പപ്പടം കൂടി ഇരിക്കട്ടെ. അപ്പം നമ്മൾ 3 പപ്പടം ഇത് എടുക്കുന്നത് അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോഴ് വേറെന്തുകൊണ്ട് വിശേഷം? ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ എല്ലാവരും? അതാണ്ടേ 3 പപ്പടവും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കരുത്, അടപ്പപാത്രത്തിൻ്റെ പുറത്താണ് എടുത്തത്. പിന്നെ അവിടെ പരിപ്പ് കറി ഉണ്ടല്ലോ എന്താ നല്ല അടിപൊളി പരിപ്പ് കറി. നമ്മൾ ആ ബീഫ് കറി അമ്മേനെ ചൂടാക്കി കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴേ ഇപ്പം തണുപ്പല്ലേ, അപ്പോൾ അത് ചൂടാക്കി എടുക്കാമെന്ന് വെച്ച്. നമുക്ക് ചോറ് വിളമ്പാം. ചോറ് വെച്ചോറേ. നമുക്ക് ചോറൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ടേ. എല്ലാ ഇച്ചിരി ഒന്ന് തിന്നാൻ നേരത്തെ അമ്മേന്ന് ചൂടാക്കി എടുക്കും. അത് തണുപ്പൊക്കെ ആയതുകൊണ്ടുള്ള ഒരിതുണ്ട്. അപ്പോൾ നമുക്ക് ചോറൊന്ന് ഇളക്കാം, ചൂടാക്കി എടുക്കേ.
ഈ പ്രാവശ്യം കിട്ടിയ അരി അത്ര ഇതാവുന്നില്ല കേട്ടോ നെച്ചോറിൻ്റെ. നമുക്ക് ചോറ് വിളമ്പാം. ചൂട് നെച്ചോറ് കണ്ട, ചൂട് നെച്ചോറ് വിളമ്പുമ്പോൾ കഴിക്കുന്ന രീതി വിളമ്പണ്ടേ. പിന്നെ നമ്മുടെ ചുടുചൂടാ പപ്പടം, പിന്നെ പരിപ്പ് കറി ഇപ്പോൾ ഒഴിക്കുന്നത്, പിന്നെ നമ്മുടെ ബീഫ് കറി കണ്ട. നമുക്ക് ബീഫ് കറി ഒഴിക്കാം. കുറച്ച് ബീഫ് കറി എടുത്തിട്ടുണ്ട് കണ്ട. പിന്നെ പരിപ്പ് കറി ഒഴിക്കുന്നില്ല, ഇതോട്ട് കഴിച്ചിട്ട് കഴിക്കാം. അപ്പം ഞാൻ കഴിക്കട്ടെ. എല്ലാവരും 4 മണിക്ക് ചായ ഒക്കെ കുടിച്ചു. അപ്പം നമ്മ കുളിച്ച് കേട്ടോ. പക്ഷെ താമസിച്ച് പോയി കുളിച്ചിട്ട് പൗഡറൊന്നും ഇട്ടില്ല. അപ്പോൾ ആ കട്ടൻ ചായയും അരിയുടെ കുഴക്കട്ടയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അമ്മ ഇത് കഴിക്കാൻ പോവുക. പിന്നെ നമ്മളൊരു സാധനം മേടിച്ചിട്ടുണ്ട്, ടേബിൾ, ഡൈനിങ് ടേബിൾ കാണണ്ടേ. വാ കണ്ട, കൊള്ളാമോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? ഇതായോടെ ഒരു പാത്രം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പിന്നെ എന്തിൻ്റെ തേക്കിൻ്റെ ആണെന്നാണ് പറയുന്നത്. ഡൈനിങ് ടേബിൾ നമ്മൾ മഹാഗണിയുടെയാണ് വെച്ചതിന്. ഇങ്ങനെയുള്ള ചെയറാട്ടോ, ഇങ്ങനെയുള്ള ചെയറാണ്. അപ്പോഴേ നമുക്കിന്ന് ഈ ചെയറിൽ ഇരുന്ന് കട്ടൻ ചായ കുടിക്കാം. 4 മണിക്കുള്ള കട്ടൻ ചായ. നമ്മൾ ചെയറിൽ ഇരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കട്ടൻ ചായയും ഫുഡ്. ഇത് നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നായിരിക്കും കഴിക്കുന്നത് കേട്ടോ, എല്ലാ ആഹാരസാധനങ്ങളല്ല. അപ്പം കഴിക്കട്ടെ. എല്ലാവരും രാത്രി ആഹാരം കഴിച്ചു മക്കളെ. അപ്പോഴമ്മ രാത്രി ആഹാരം കഴിക്കുകയാണ്. അതാണ്ട് നമ്മൾ അരിയറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കെട്ടി ഇതുണ്ട് ബീഫ്. ആ ബീഫ് കറി ഇല്ലേ അമ്മ അതങ്ങ് വയറ്റിയിട്ടുണ്ട് കണ്ട. നമുക്ക് 2 അരിയറൊക്കെ എടുത്ത് അതിൻ്റെ ബീഫ് റോസ്റ്റ് ഇടാം. ബീഫ് റോസ്റ്റ് ഇട്ട് അല്ലേ, അരി വരട്ടി ബീഫ് റോസ്റ്റ്. ഇപ്പോൾ രാത്രി ഇതാണ് അമ്മ കഴിക്കുന്നത്. അപ്പോൾ എല്ലാ മക്കളും രാത്രി ആഹാരം കഴിച്ചോ? അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അമ്മ വേറെ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.